തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം പാർട്ടി വിശദമായി തന്നെ വിലയിരുത്തി വരികയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ. എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന് കണ്ടെത്തി പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ പാർട്ടി തിരിച്ചുവരുമെന്നും ഇ പി കണ്ണൂരിൽ പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിക്ക് 3 സീറ്റ് കിട്ടിയത് ആപത്തിന്റെ സൂചനയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറഞ്ഞു. വർഗീയ ശക്തികൾ കേരളത്തിലും ശക്തി പ്രാപിക്കുന്നു. ബംഗാളിൽ ബി.ജെ.പി വിജയിച്ചു. ഇത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. വോട്ടർ പട്ടികയിൽ നിന്ന് 95 ലക്ഷം പേരെ വെട്ടിമാറ്റിയാണ് ബി.ജെ.പി അധികാരം പിടിച്ചത്. അധികാരം പിടിക്കുന്നതിനു വേണ്ടി എന്തു വഴികളും സംഘപരിവാർ സ്വീകരിക്കും എന്നതിന്റെ തെളിവാണിതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപ്രതീക്ഷിത പരാജയമാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായത്. പരാജയപ്പെടേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. സമഗ്ര വികസനം നടപ്പാക്കിയ സർക്കാരായിരുന്നു ഇത്. എന്നാൽ വലതുപക്ഷം ഇടതുപക്ഷത്തിന്റെ വളർച്ചയെ ഭയത്തോടെ കണ്ടു. ഇത് മുന്നോട്ടു പോയാൽ വലതുപക്ഷത്തിന് നിലനിൽപ്പുണ്ടാകില്ലെന്ന് അവർ മനസ്സിലാക്കി. ഇത് തടയാൻ ഇടതുപക്ഷത്തെ തകർക്കണം എന്ന് അവർ തീരുമാനിച്ചു. അതിന്റെ കേന്ദ്രത്തെ നോക്കി ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ഇപ്പോഴുണ്ടായ തകർച്ച സ്വാഭാവികമല്ല, സൃഷ്ടിച്ചത് തന്നെയാണെന്നും മാധ്യമങ്ങളെ വരെ ഇതിനായി വലതുപക്ഷം ഉപയോഗിച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾക്കൊരു കാര്യം ബോധ്യമായി. ഇടതുപക്ഷം കൂടുതൽ കരുത്തു നേടുകയാണ്. സാമ്പത്തികമായി തകരുമെന്ന് ധരിച്ചിരുന്ന കേരളത്തെ ഒരു പുനർജീവനം കൊടുക്കാൻ പുതിയ നിരീക്ഷണമുണ്ടാക്കി, പുതിയ സാമ്പത്തിക ആസൂത്രണമുണ്ടാക്കി, പുതിയ പദ്ധതികൾ ഉണ്ടാക്കി. കേരളത്തിൻ്റെ സമഗ്രമായ വികസനം അതിവേഗത്തിൽ കേരളം വളരുകയാണ്. ഈ വളർച്ച മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലതുപക്ഷ ശക്തികൾ ദുർബലപ്പെടും, വലതുപക്ഷ രാഷ്ട്രീയം പരാജയപ്പെടും, ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ശക്തിപ്പെടും. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, ഇന്ത്യയിലേക്ക് വ്യാപിക്കും. ആ വ്യാപനത്തെ തടയണമെങ്കിൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കണം. അത് തകർക്കാൻ എന്താ വഴി? അതിൻ്റെ കേന്ദ്രം നോക്കി ആക്രമിക്കണം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ എങ്ങനെ സാധിക്കും? അത് നോക്കി ആക്രമണം സംഘടിപ്പിക്കണം. ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരു സ്വാഭാവിക പ്രതികരണമാണ് നിങ്ങൾ ധരിക്കുന്നത്. ഈ പ്രതികരണം സൃഷ്ടിച്ചെടുത്തതാണ്. ആ പ്രതികരണം സൃഷ്ടിച്ചെടുക്കാൻ മാധ്യമം ഇന്നൊരു പ്രധാന ഘടകമാണ്. എല്ലാ മീഡിയാസിനെയും വലതുപക്ഷത്തിന് അനുകൂലമായി ലോകത്തിൽ നിന്ന് വളർത്തിയെടുത്തതുപോലെ ഇവിടെയോ ഒന്നല്പം ശബ്ദിച്ചു പോയാൽ അത് വാർത്തയായിരിക്കും ഇടതുപക്ഷത്തിനെതിരെ. ഇതെല്ലാം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ് ധരിക്കരുത്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് ആദ്യമല്ല. ലെനിന്റെയും ഇ.എം.എസിന്റെയും പാർട്ടിക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറിയ ചരിത്രവുമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പരാജയം ഫലപ്രദമായി പാർട്ടി പരിശോധിക്കും, പരാജയം വിലയിരുത്തും. എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഇപ്പോൾ പാർട്ടിക്കകത്ത് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഫലപ്രദമായി പരിശോധിക്കുക. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറ്റാൻ സാധ്യതയുള്ള പറ്റിയിട്ടുള്ള തെളിവ് പരാജയങ്ങളും നമുക്കുള്ള കാര്യങ്ങൾ വിലയിരുത്തും. തിരിച്ചടികളെക്കുറിച്ച് വിലയിരുത്തും. ആ തിരിച്ചടികൾ വിലയിരുത്തി എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി എന്ന് കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടുകൂടി ഈ വിപ്ലവ പ്രസ്ഥാനം മുന്നോട്ട് പോകും. പാർട്ടിക്കുള്ളിൽ വേണ്ടാത്ത ചിന്താഗതികൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അത് കരുതിയിരിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ 22ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളുടെ പുഷ്പാർച്ചനയും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്, നായനാരുടെ കുടുംബാംഗങ്ങൾ, മുൻമന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, നിയുക്ത എം.എൽ.എമാരായ കെ വി സുമേഷ്, കാരായി രാജൻ, എം വിജിൻ, വി കെ സനോജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ, എം പ്രകാശൻ, ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തുടങ്ങിയവർ പുഷ്പാർച്ചനയിലും അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.